ശ്രീ അനൂപ്, സങ്കടകരമായ വാർത്തയാണ്. അറിയാവുന്ന വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? എത്ര മലയാളികളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്? വീടുകളിലൊക്കെ അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ടായോ? എന്താണ് ഞങ്ങളോട് പങ്കുവയ്ക്കാവുന്ന വിവരങ്ങൾ പറയാമോ? അറിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ 4:30 മുതൽ നമ്മൾ ഇതോടൊപ്പം തന്നെ ഉണ്ട്. മുഴുവൻ ആളുകളെയും കുവൈറ്റിലുള്ള വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റിയിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് 48ഓളം മൃതശരീരങ്ങൾ മോർച്ചറിയിലുണ്ട്. പക്ഷേ ഈ മോർച്ചറിയിൽ എത്തിയ മൃതശരീരങ്ങളെല്ലാം തന്നെ അൺനോൺ എന്നുള്ള തരത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞത്. 48 ആളുകളുടെ മൃതശരീരം മോർച്ചറിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 6 മലയാളികളുടെ പേരുവിവരങ്ങൾ ലഭ്യമായിരുന്നു. മറ്റു പേരുകളുണ്ടെങ്കിലും നമ്മളത് പുറത്തുവിട്ടിട്ടില്ല. അവരെ വീട്ടുകാരെയൊക്കെ അറിയിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കുടുംബങ്ങളൊക്കെ അറിയിച്ച എത്ര പേരുടെ വിവരമാണ് കയ്യിലുള്ളത്? ഇല്ല, അത് തന്നെ ഇപ്പൊ ഇതിലിപ്പോ മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും മലയാളികളാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടുത്തെ ഒരു പ്രൊസീജിയർ എന്ന രീതിയിൽ ആസ്പത്രിയിൽ നിന്ന് മരണം രേഖപ്പെടുത്തുന്ന ആളുകളെ ഇവിടെ ഒരു മോർച്ചറി, ദജീജ് എന്ന് പറഞ്ഞ സ്ഥലത്തെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ അതിനുശേഷം അവിടുത്തെ ഫിംഗർ ഉൾപ്പെടെ DNA ഉൾപ്പെടെക്ക് ശേഷം മാത്രമാണ് അതിന്റെ ഐഡന്റിറ്റി അവർ വെളിപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൺനോൺ എന്നുള്ള തരത്തിലാണ് ആ മൃതശരീരങ്ങൾ ഇപ്പോ മോർച്ചറിയിലുള്ളത്. അപ്പോ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് അറിയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഈ പരിക്കേറ്റവരും ഏറെ മലയാളികൾ തന്നെയാണോ? അവരുടെ 8 പേരുടെ നില ഗുരുതരമെന്നാണ് അറിഞ്ഞത്. പരിക്കേറ്റവരിൽ ഏറെക്കുറെ മലയാളികളും മറ്റ് രാജ്യക്കാരും എല്ലാം ഉണ്ട്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരെല്ലാം വിവിധ ഹോസ്പിറ്റലുകളിലുണ്ട്. കുറെ ആളുകൾ ഡിസ്ചാർജ് ആവുകയും ഉണ്ടായിട്ടുണ്ട്. കലയുടെ പ്രവർത്തകർ ഇപ്പം ഇവിടെയുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളിലും ചെന്ന് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഏറെക്കുറെ മലയാളികളാണ്. പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു കമ്പനി ആവുന്നതുകൊണ്ട് കൂടുതലും മലയാളികൾ തന്നെയാണ്. എനിക്കാണ് അവിടെ ഈ ബാച്ചുലർ രീതിയിലുള്ള ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫാമിലി ആയിട്ട് അവിടെ ആ കെട്ടിടത്തിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഇത് ബാച്ചിലർ ക്യാമ്പാണ്. ഇത് ബാച്ചിലർ ക്യാമ്പ് ആവുകൊണ്ട് ഇപ്പോൾ കുവൈറ്റിൽ ഇപ്പോൾ ഈ പറയുന്ന സമ്മർ വർക്കിംഗ് അവേഴ്സിനെ തുടർന്നുകൊണ്ട് വർക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ കുറെ ആളുകളുമുണ്ട്. പ്രത്യേകിച്ച് പകൽ 3 മണിക്കെല്ലാം ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. ഇത് ഈ അപകടം സംഭവിച്ചത് 4:15-നാണ്. അപ്പോൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു 100-160ഓളം ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നാണ് കരുതപ്പെടുന്നത്. അവിടെ നമ്മുടെ മലയാളി സംഘടനകളോ അവരുടെയൊക്കെ ഒരു സേവനം ലഭ്യമാണോ? ഈ പരിക്കേറ്റവർക്കോ അവരുടെ വീടുകളിൽ കാര്യങ്ങൾ അറിയിക്കാനൊക്കെ ആരാണ്? കേട്ടില്ല. അല്ല, അവിടെ നമ്മുടെ മലയാളി സംഘടനകളുടെയൊക്കെ ഒരു സേവനമുണ്ടോ? ഈ പരിക്കേറ്റവര് അവരുടെ ഇപ്പൊ ഞാൻ ഈ വാർത്ത കാണുമ്പോൾ വീട്ടുകാരൊക്കെ വലിയ ആശങ്കയായിരിക്കും. അപ്പോ കലാക്കുവൈറ്റ് രാവിലെ മുതൽ തന്നെ ഇതിന്റെ ഒപ്പമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോ അവിടെ ഇപ്പൊ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വെള്ളം ഉൾപ്പെടെ മറ്റ് സജ്ജീകരണങ്ങൾ മുഴുവൻ നമ്മൾക്ക് ഒരുക്കി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കലാക്കുവൈറ്റിന്റെയും നോർക്ക റൂട്ട്സിന്റെയും ഭാഗമായിക്കൊണ്ട് ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സഖാവ് രവീന്ദ്രനാഥ് വിളിച്ചിരുന്നു. വേണ്ട സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ മറ്റവിടെ ഉള്ളവരുടെയൊക്കെ വീടുകളിൽ ആശങ്ക ഒഴിവാക്കാനായി അവർ സേഫ് ആണെന്നുള്ള കാര്യങ്ങൾ കൂടി അറിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് ലിസ്റ്റ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പൊ കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ ഈ സേഫായ ആളുകളുടെ കൃത്യമായ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെയുള്ള വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ആളുകൾ നമ്മളെ വിളിക്കുന്നതനുസരിച്ച് നമ്മൾ കൃത്യമായി അവർക്ക് ആ വിവരങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോ വിദേശകാര്യ സഹമന്ത്രി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേഗത്തിൽ തന്നെ ഇപ്പൊ മരിച്ചവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള നടപടി ഉണ്ടാവുമെന്ന് പറയുന്നു. 2 ദിവസത്തിനകം ഒക്കെ ബന്ധുക്കൾക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുമല്ലേ? എന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊസീജിയർ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും, പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കഴിയും. മറ്റ് ഫോർമാലിറ്റീസ് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട ഐഡന്റിഫിക്കേഷനും മറ്റു കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും. ശരി, മറ്റ് അവർക്കെതിരെ നടപടിയെടുത്തത് ഈ കെട്ടിട ഉടമയ്ക്കെതിരെയൊക്കെ നടപടി എന്നറിഞ്ഞല്ലോ, അതിലെന്തെങ്കിലും വിവരങ്ങളുണ്ടോ കൂടുതലായി? ഇന്ന് ഇവിടെ ഇപ്പൊ ഈ കുവൈറ്റ് മിനിസ്റ്റർ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ വാർത്തകളിൽ അത് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട്. എംബസി അധികൃതരൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലെ? ആരാ? ഇന്ത്യൻ എംബസിയുടെ അധികൃതരൊക്കെ സ്ഥലത്തുണ്ടല്ലോ അല്ലെ? ഇന്ന് ഇന്ത്യൻ അംബാസഡർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്ത് സന്ദർശിച്ചിരുന്നു. അവരുടെ ക്യാമ്പ് ഉൾപ്പെടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ശരി, വളരെ നന്ദി ശ്രീ അനൂപ്, വിശദമായ കാര്യങ്ങൾ പറഞ്ഞ